ടുഡേ ഈസ് February 7th സാറ്റർഡേ. നാളെ 8-ാം തീയതി രാവിലെ ഒരു മാരത്തോൺ ഓടാണ്. ടെൻ കിലോമീറ്ററാണ്. 97 ടീഷർട്ട് കൊടുത്തിട്ടോ. ഇതിൻ്റെ ഒപ്പം ഉള്ളതാണോ അത്? ഈ ടിക്കറ്റിലുള്ളതാണോ? ആക്ച്വലി കൊച്ചിയിൽ എല്ലാ കൊല്ലം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് കൊച്ചി മാരത്തോൺ. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പങ്കെടുക്കാറുണ്ട്. എപ്പോഴും എനിക്ക് എപ്പോഴും അത് കാരണം അവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ദിസ് ഇയർ ഐ ഗോട്ട് എ ചാൻസ് ആൻഡ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ്. ആക്ച്വലി നാളെ മോർണിംഗ് ആണ് റണ്ണ്. പക്ഷെ അതിൻ്റെ ഒരു ടെസ്റ്റിലൊട്ടിക്കണ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നാളെ മോർണിംഗ് ആണ് റണ്ണ് വരുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, എനിക്ക് ഓടാനായിട്ട് റണ്ണിങ് ഷൂ ഇല്ല. ഇപ്പോൾ ഉള്ളൊരു ഷൂ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി ഷൂ ആണ്. എന്തായാലും ഇട്ട് നശിപ്പിക്കേണ്ട ഒരു ഷൂ വാങ്ങണം. എന്നിട്ട് റൂമിൽ പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒടുക്കത്തെ ടൈറ്റാണ്. ഇവിടെ സൈസ് നോക്കണ മെഷീനൊക്കെ ഉണ്ട് കാലിൻ്റെ. വെച്ചിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് അറൗണ്ട് സെൻറ്റിമീറ്റർ 27 വരണം. ഇത് ഞാനെടുത്ത ഷൂ 27.5 ആയിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഫിറ്റായില്ല. സൈസ് ശരിയല്ല. ദിസ് ലുക്സ് ഓക്കെ. ഇത് നല്ല ഫിറ്റാണ്. ഇതെടുക്കാം. ഇല്ല, അത് സെൽഫാണോ? സെൽഫാണ്. ഓക്കെ. നമ്പർ നമുക്ക് കുറച്ച് നേരം കിടന്ന് കളിക്കാം അവിടെ. ഹായ് ക്യാമറ. റെക്കോർഡിംഗ്. നീ ഓടിച്ചാ നോക്കട്ടെ, വണ്ടി ഓടിച്ചാ നോക്കട്ടെ. ചവിട്ടിയ ഓടിക്കാൻ പറ്റില്ല സൈക്കിൾ. ഇറങ്ങിയ ഇറങ്ങാം. ഇത് തരാൻ പ്രശ്നമില്ല. ഓടിക്കോ. അങ്ങനെ ഓട്ടത്തിൻ്റെ അവസാനം റൂമിലെത്തി. ഇത് ശരിക്കും ഒരു 600 രൂപയുടെ മുറിയാണ്. പക്ഷേ 600 രൂപയ്ക്ക് എറണാകുളത്ത് ഇതൊരു നല്ല ഡീലാണ്. ആക്ച്വലി ബാത്റൂമിനൊക്കെ നല്ല സ്ഥലമുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ കിട്ടിയ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് ഇതിലുള്ള സാധനങ്ങൾ എന്ന് പറയണത്, നല്ല കിറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ ഏറ്റവും മെയിൻ സാധനം ഈ ബിബാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ടീഷർട്ട്, പിന്നെ കുറേ പ്രൊമോഷണൽ സാധനങ്ങളാണ്. ഓക്കെ, ഓരോരോ വൗച്ചർ ഓരോ കടകളിലൊക്കെ സ്പോൺസേഴ്സിൻ്റെ ആയിരിക്കും.
ഇനി ഈ ബിബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഞാൻ ശരിക്കും ഈ മാരത്തോണൊക്കെ ഓടുന്നത് അധികം കണ്ടിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ ഇങ്ങനെ നിരന്ന് പിന്നിക്ക് ഇങ്ങനെ നിരന്ന് ഓടണം. ഏകദേശം 100 മീറ്റർ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഓടി തുടങ്ങുമ്പോൾ. അപ്പോൾ ആദ്യം എത്ര ആൾക്ക് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഏറ്റവും ഫ്രണ്ടിൽ ഓടി തുടങ്ങുന്ന ആൾക്ക് അഡ്വാൻറ്റേജ് അല്ലേ? ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിച്ചിരുന്നു. അതായത് ഏറ്റവും ആദ്യം നിൽക്കുന്ന ആൾക്ക് ഫസ്റ്റ് എത്താനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ ഒരു അൺഫെയർ പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് ബിബ്. ഇത് ഓരോ ആൾക്കാർക്കും ഒരു യൂണിക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഈ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സാധനമുണ്ട്. ഇതൊരു ഇലക്ട്രോണിക് ചിപ്പാണ്. അപ്പോൾ ഈ ചിപ്പ് വെച്ചിട്ടാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് ടൈമും എൻഡിങ് ടൈമും അവർ മനസ്സിലാക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളുടെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അതായത് ഫിനിഷ് ലൈനിൽ ഫസ്റ്റ് ഓടി എത്തുന്ന ആൾക്കല്ല മാരത്തോണിൽ ഫസ്റ്റ് കിട്ടാം. നമ്മൾ ഏറ്റവും കുറവ് ടൈം കൊണ്ട് ഈ ഡിസ്റ്റൻസ് ഓടിത്തീർക്കുന്ന ആൾക്കാണ്. മനസ്സിലായോ? എനിക്കിപ്പോഴാണ് ഈ സാധനം മനസ്സിലായത്. ഞാനിവിടുത്തെ മാരത്തോണല്ല ഓടണേ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്പ് റണ്ണം കണ്ടുണ്ട്. 42 ആണ് ശരിക്കുള്ള മാരത്തോൺ. പിന്നെ 21 കിലോമീറ്റേഴ്സിൻ്റെ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റേഴ്സിൻ്റെ ലോങ് റൺ, പിന്നെ ഒരു 5 കിലോമീറ്ററിൻ്റെയും 3 കിലോമീറ്ററിൻ്റെയും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പല റേഞ്ചിലായിട്ട് നടത്തുന്നത്. ഞാൻ ഇപ്പോൾ ഇതിലെ 10 കിലോമീറ്ററാണ് റൺ ഓടുന്നത്. കണ്ടോ, ഇതിലെ 10 കിലോമീറ്റർ റണ്ണാണ് ഞാൻ ഓടുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു 2 കിലോമീറ്ററിനപ്പുറം ഓടിയിട്ടില്ല. കാരണം രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിൽ പോകുമ്പോൾ ഓടണ ഒരു കിലോമീറ്റർ ദൂരമൊക്കെയാണ് എൻ്റെ സാധാരണ ഓട്ടം എന്ന് പറയുന്നത്. അത് പക്ഷേ ഞാൻ കാർഡിയോയ്ക്ക് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് ചിലപ്പോൾ 1 കിലോമീറ്ററിന് ഓടാം. ഭയങ്കര സ്ലോ ആയിട്ടൊക്കെ ഓടാം. പക്ഷേ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ലോങ് റൺ ഇതുപോലത്തെ മാരത്തോണൊക്കെ ഓടണം. അപ്പോൾ കുറേ ആളുകളൊക്കെ കാണാമല്ലോ, നല്ല രസമുള്ള പരിപാടിയല്ലേ. അങ്ങനെയാണ് ഇത് ഓടാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ ചെന്നിട്ട് ഒരു ദിവസം ഏകദേശം ഒരു 4 കിലോമീറ്റർ ഓടി നോക്കി. അന്ന് എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലേ മാരത്തോൺ ഓട്ടം എന്ന്. അതായത് ഞാൻ അതിനുള്ള ഫിറ്റായിട്ടില്ല. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതായത് കുറേ നാളെ ജിമ്മിൽ പോകണതല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഫിറ്റ്നസ് ഉണ്ടാവും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു 4 കിലോമീറ്റർ ഓടി എത്തുമ്പോഴേക്കും ഞാൻ നന്നായിട്ട് അണച്ച പൊട്ടിയാവുന്നുണ്ട്. ഓക്കെ, ഒരു ഏവറേജ് മനുഷ്യൻ ഈ ഒരു മാരത്തോൺ അല്ലെങ്കിൽ ലോങ് റണ്ണുകളിൽ ഒരു 6.5 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ടൊക്കെ 1 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഞാനവിടെ ട്രെഡ്മില്ലിൽ 10 മിനിറ്റ് കൊണ്ടാണ് ഓടിയിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇക്കൊല്ലം എന്തായാലും ഫുൾ മാരത്തോൺ ഓടാൻ പറ്റില്ല. അതുകൊണ്ട് 10 കിലോമീറ്റർ ഓടാം. എന്നിട്ട് പിന്നെ ഞാൻ ഒരു 3-4 ദിവസം ഇപ്പോൾ ട്രെഡ്മില്ലിൽ ഓടി നോക്കി. അതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു അറൗണ്ട് 8 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് 1 കിലോമീറ്റർ താണ്ടാനായിട്ട്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ പിന്നിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ബെസ്റ്റ് റണ്ണൊന്നും ആയിരിക്കില്ല, ബട്ട് ഏതൊരു കാര്യത്തിലും പങ്കെടുക്കുക എന്നുള്ളൊരു സാധനമാണല്ലോ. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് മാരത്തോണിന് പോകണം. അപ്പോൾ നല്ല രാവിലെ കാണാം. ബൈ. ആയി 5:30 റിപ്പോർട്ടിംഗ് ടൈം. ലെറ്റ്സ് ഗോ. രാവിലെ ഇപ്പോൾ ടൈം ഇറ്റ്സ് അറൗണ്ട് 5:10 ആയി. 5:30 അവിടെ റിപ്പോർട്ടിംഗ് ടൈം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോവാം. ഇവിടെ തന്നെ റൂം എടുക്കാനുള്ള മെയിൻ കാരണം അതാണ്. അല്ലെങ്കിൽ രാവിലെ ഇവിടെ വന്ന് അവിടെ വയ്യാണ്ടാവും. ലിഫ്റ്റ് ഓണാവില്ല, നടന്നു പോവാം. One hand from each other so that you don't kick each other, right? 9, 2, 1. 1, 2, 2, 1. Here we go, guys. So 4, 3, 2, 1, and 0. Very nice pushing man at the club. So, ladies and gentlemen.
On the sides behind you, you can see a sea of people. 30 മിനിറ്റായി ഓടി തുടങ്ങിയിട്ട് ഹാഫ് ഡിസ്റ്റൻസ് കവേർഡായി 5 കിലോമീറ്ററായി. 35 മിനിറ്റോളം എടുത്തു. തിരിച്ചെന്തായാലും കൂടുതൽ ടൈം എടുക്കും. Last 500 meters. ഒന്നേകാൽ മണിക്കൂർ 10 കിലോമീറ്ററാണ്. അതായത് 75 മിനിറ്റ്സ് ഫോർ 10 കിലോമീറ്റേഴ്സ് ആൻഡ് 1 കിലോമീറ്റർ ഓടാനായിട്ട് 7.5 മിനിറ്റ്. അത് ഭയങ്കര ലോവർ ദാൻ ആവറേജ്, അതായത് ഒരു മീഡിയോക്കറിനേക്കാളും മോശം പെർഫോമൻസ് ആണ് ആക്ച്വലി. എൻ്റെ അഹങ്കാരമൊക്കെ മാറി കിട്ടി. നോട്ട് ഈസി മാൻ, വിചാരിച്ച പോലത്തെ എളുപ്പമല്ല. ലിച്ചി എന്തായാലും ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകണം. അധികം ടൈം അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇവിടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫ്രീ അല്ല, നമ്മൾ റണ്ണിന് വേണ്ടിയിട്ട് ഇറ്റ്സ് അറൗണ്ട് 900 പേ ചെയ്തിട്ടുണ്ട്. ഈ ജേഴ്സി കിട്ടി, ഈ പ്രോത്സാഹന സമ്മാനം കിട്ടി, പിന്നെ ഫുഡും ഉണ്ട്. ഇഡലി ഒരു 3 വെച്ചാൽ അത് വേണം. ഒന്നുമില്ല കേട്ടോ, പറഞ്ഞോടി കേട്ടോ. പ്രോട്ടീൻ മുഖ്യമ്പിലെ കഴിക്കാം. ഗോയിങ് ഹോം. റൂമിൽ പോയി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വീട്ടിൽ പോകണം. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ ബിൽഡിങ്ങിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ സ്റ്റെയർ നടന്ന് കയറണം. ഓടി വന്നു കഴിഞ്ഞിട്ട് നടന്ന് കയറൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. ഒരു ഫ്ലോർ കൂടി കയറണം. 4ാമത്തെ ഫ്ലോറിലാണ് റൂം. മാരത്തോൺ ഓടണേക്കളൊന്നും കുഴപ്പമില്ല. നവംബർ റിയലി എക്സോസ്റ്റഡ്. നമുക്ക് തണുക്ക് സോ ഗുഡ്. എന്ത് മനസ്സമാധാനം. പക്ഷെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അധികം നേരം റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്തായാലും വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഒക്കെ ഉണ്ട്. എന്തായാലും അറ്റൻഡ് ചെയ്യണം. വൈകുന്നേരം പടം കാണാൻ പോകണം. അപ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും ഒന്ന് കിടക്കട്ടെ. ഞാൻ റൂം വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകണം. എന്തായാലും പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ നല്ല വെയിലടിക്കാൻ ചാൻസ് ഉണ്ട്. സ്ക്രീൻ വരട്ടെ, ഊരി വയ്ക്കട്ടെ. ലെറ്റ്സ് ഗോ ഹോം. ഹെക്റ്റിക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ തന്നെ എനിക്ക് മാരത്തോൺ ഓടി കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അത് കാരണം അവിടെ വന്നിട്ട് 10-10 കല്യാണത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു പടത്തിന് പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു 4 മണിയായി. ഒരു സമാധാനത്തിൽ വീട്ടിലൊന്ന് ജസ്റ്റ് ഇരുന്നിട്ടുള്ളൂ. അപ്പോഴാണ് എൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ. അതിപ്പോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ. കുറേ സാധനങ്ങൾ
ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ട്. ഇനി വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ വൈകുന്നേരം നമുക്ക് ഇടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹലോ, ആ റൈറ്റ് തിരിഞ്ഞോട്ടോ. ഞാൻ അപ്പോൾ ഞാൻ പുറത്തേക്ക് വരാം ഒരു മിനിറ്റ്. അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ ഇന്നത്തെ മാരത്തോണിനെ കുറിച്ച് പറയാം. എൻ്റെ കുറേ നാളത്തുള്ള ആഗ്രഹമാണ് ശരിക്കും ഒരു മാരത്തോൺ ഓടാൻ പോകണം എന്നുള്ളതും അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതും. പക്ഷേ എനിക്കറിയായിരുന്നു ഡയറക്റ്റ് പോയിട്ട് എനിക്കൊരു 42 or 21 ഒന്നും ഓടാൻ പറ്റില്ല എന്നോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 10 kilometer റണ്ണ് ചെയ്യാൻ വിചാരിച്ചത്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ടൈം. അപ്പോൾ അടുത്ത തവണ ഓടുമ്പോൾ ഞാൻ മിക്കവാറും എനിക്ക് 21 ആയിരിക്കും നെക്സ്റ്റ് ഇയർ ഓടുക. അപ്പോൾ ആ കൊല്ലത്തെ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും എൻ്റെ പേസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എനിക്ക്. കാരണം കുറച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ എനിക്കുള്ളൂ. ഈ മാരത്തോൺ ഓടുന്നത് വലിയ അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമൊന്നുമല്ല. പക്ഷേ ഇത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷ് ലൈൻ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് മാരത്തോൺ ഓടുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാവുള്ളൂ. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഒരടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.